ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കിടക്കുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം വീഡിയോയിലേക്ക് പോകാം. അപ്പം എൻ്റെ ഡെലിവറി കഴിഞ്ഞു, അതിന് ശേഷമുള്ള എന്താ പറയുക പ്രസവരക്ഷ അല്ലേ, അതൊക്കെ കഴിഞ്ഞു നൂലുകെട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല, നൂലുകെട്ടിൻ്റെ പ്രത്യേകിച്ച് വീഡിയോസൊന്നുമില്ല, കുറച്ച് ഫോട്ടോസൊക്കെ അത് ഞാൻ വേറെ ദിവസം ഇടാം. പിന്നെ പ്രസവരക്ഷ അതിൻ്റെ വീഡിയോ ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞ ശേഷം എനിക്ക് വലിയ ഫോണിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഫോണൊന്നും അങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്യലൊന്നുമില്ല. ഇപ്പോൾ അഥവാ നന്തോട്ടം വന്നാൽ അല്ലെങ്കിൽ വൈദിക്കൊക്കെ നോക്കാനൊക്കെയാണ് ഫോൺ എടുക്കാറുള്ളൂ, അല്ലാതെ ഫോണൊന്നും യൂസ് ചെയ്യുന്നത് വളരെ 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 കുറവാണ്. അപ്പോൾ ഇതുവരെ പ്രസവരക്ഷ ആയിട്ട് സംഭവങ്ങളൊക്കെ ആയിരുന്നു. ആ ചെറുക്കൻ ഇവിടുന്ന് ഉറക്കം തെളിയുന്ന കേട്ടോ. അപ്പം അതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പ്രസവരക്ഷ എങ്ങനെയായിരുന്നു എൻ്റെ പ്രസവരക്ഷ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ പ്രസവരക്ഷ ഒരു സ്ഥാപനത്തെ ഏൽപ്പിക്കായിരുന്നു. ഒരു മിനിറ്റ്, ചെറുക്കൻ ചെറുതായിട്ട് ഉറക്കം തെളിയുകയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പം അപ്പോൾ നമ്മളിന്ന് പറഞ്ഞു വന്ന പ്രസവരക്ഷ. അപ്പോൾ അത് ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് കണ്ട് ആ സ്ഥാപനത്തെ ഇൻഫോം ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഡെലിവറി കഴിഞ്ഞിട്ട് ഏകദേശം നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ വിവരം അറിയിച്ചു. ഡെലിവറി കഴിഞ്ഞൊക്കെ പറഞ്ഞിട്ട് വിവരം അറിയിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഡിസ്ചാർജ് ആവുമ്പം പറയാം. അപ്പോൾ ഡിസ്ചാർജ് ആവുമ്പോൾ പറഞ്ഞതിന് ശേഷം അവർ അവിടെ നിന്ന് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഈ സ്ഥാപനം വന്നിട്ട് കായംകുളത്താണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ വരാൻ പോകുന്ന വീഡിയോയിലേക്ക് പറയുന്നുണ്ട്. പ്രസവരക്ഷ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെയ്തത്, അപ്പം ഈ സ്ഥാപനം ഏതാണ്, അപ്പം ആരാണ് എങ്ങനെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് സംഭവം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്, കുറച്ച് ചെറിയ ചെറിയ ക്ലിപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അതൊക്കെ കാണാം. ഇനിയിപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാം. സോഷ്യൽ മീഡിയയിലൊക്കെ അധികം കാണാം നമുക്ക് ഇതിനെക്കുറിച്ച്. പക്ഷെ വന്നൊരു ആൻറ്റിയാണ്. ആ ആൻറ്റി വളരെ നന്നായിട്ട് എനിക്ക് പ്രസവരക്ഷ ചെയ്ത് തിരിച്ചു പോയിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിലെത്തിയപ്പോൾ ഒരു പെട്ടിയുമായിട്ട് നമ്മൾ പ്രസവരക്ഷ ചെയ്യാനുള്ള ആൻറ്റി എത്തി കേട്ടോ. ആ പെട്ടി തുറന്നപ്പോൾ തന്നെ വൈദ്യ ഭയങ്കര ആകാംക്ഷ അതിൻ്റെ ഉള്ളിൽ എന്താണ്. അപ്പം വൈദ്യക്ക് കളിപ്പാട്ടം കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് വെച്ച കളിപ്പാട്ടമാണ് ആ സ്ഥാപനം. കൂടെ തന്നെ ഞങ്ങൾക്ക്, അതായത് കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റും ഉണ്ട്. അത് അമ്മ പൊളിച്ചുകൊണ്ടിരിക്കും. അമ്മ അവിടെ നിന്ന് പൊളിക്കട്ടെ. അപ്പം ഞങ്ങൾ ഇത് ഏതാ സ്ഥാപനം എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ലാസ്റ്റ് വരെ വെക്കുന്നില്ല. ലാസ്റ്റ് അതെങ്ങനെയാണ് അവർ ചെയ്ത ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് പറയാം. അപ്പം ഇത് നമ്മൾ സ്ഥാപനം എന്താണെന്ന് വെച്ചാൽ അമ്മയും കുഞ്ഞും കായംകുളത്തുള്ള സ്ഥാപനമാണ്. അപ്പം അവിടുന്ന് മരുന്നും കാര്യങ്ങളൊക്കെ അവർ തരും കേട്ടോ. അതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ബാഗ് നിറയെ അതാണ്. ചെറിയ കിറ്റ് കുഞ്ഞിനും വലിയ കിറ്റിന് എൻ്റേതും. അപ്പം ആ ഗിഫ്റ്റിനുള്ളിലൊരു ഗ്ലാസ്സാണ് കേട്ടോ. അതിൽ ഹലോ മാം ഡാഡ്, പിന്നെ മറു സൈഡിൽ അമ്മയും കുഞ്ഞും, അതായത് അവ സ്ഥാപനത്തിൻ്റെ പേരുണ്ട് കേട്ടോ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ അപ്പം ഇന്ന് രാത്രി അന്ന് കഴിഞ്ഞു കേട്ടോ. പിറ്റേന്ന് രാവിലെ തന്നെ വാവയെ എണ്ണ തേപ്പിച്ച് കുളിക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ. അങ്ങനെ ഇന്ന് എണ്ണ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എണ്ണ അധികം തേച്ചിട്ട് നിർത്തിച്ചിട്ടില്ല. വേഗം തേച്ച് വേഗം കുളിപ്പിച്ച് എടുത്തു കുഞ്ഞിന്. അതിനുശേഷം ഞാൻ എഴുന്നേറ്റ് എനിക്ക് ആദ്യം രാവിലെ തന്നെ കഴിക്കേണ്ട ഗുളിക, ഇത് കുറേ കഴിഞ്ഞിട്ടാണ് ഗുളികേൻ്റെ എടുത്തത്. അപ്പോൾ ഗുളിക എടുത്തു. അതിനുശേഷം എന്നോട് റെഡിയായിട്ട് വരാൻ പറഞ്ഞു. എണ്ണ തേച്ച് ആദ്യത്തെ 7 ദിവസം എണ്ണ തേച്ച് വേദഗുളി ആണ് കേട്ടോ, അതായത് വെള്ളം എടുത്ത് പിടിക്കല്. അപ്പം എണ്ണ തേക്കുമ്പം കൂടെ തന്നെ നമുക്ക് ഈ ഫേസ് പാക്കും മുഖത്തിട്ട് തരും. എന്തോ 2 പൊടിയും കൂടി മിക്സാക്കിയിട്ടൊക്കെയാണ് ഇട്ടുന്നത് കേട്ടോ. ഇങ്ങനെ മുഖത്തിട്ട് തരും ഫേസ് പാക്കൊക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേദ് പിടിച്ച്, അതായത് 7 ദിവസം മാത്രമാണ് ഈ ഒരു തോർത്തിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു തരില്ലേ, ആ സംഭവം നടത്തുക. അപ്പോൾ കുളിച്ച് കഴിഞ്ഞപ്പാടെ തന്നെ നമുക്കിതൊരു ഈ ലേഹ്യം തരും. ഈ ലേഹ്യം തന്ന് പിന്നെ മരുന്ന് കഴിഞ്ഞ് ഔഷധക്കഞ്ഞി അത് തരും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബർത്ത്ഡേ ഇതിൻ്റെ ഇടയ്ക്ക് വന്നായിരുന്നു. അപ്പം ആ ബർത്ത്ഡേ കേക്ക് നന്ദുവേട്ടൻ സർപ്രൈസായിട്ട് 2 കേക്ക് ഓർഡർ ചെയ്ത്
അപ്പോൾ ആദ്യത്തെ കേക്ക് ഞാനും വൈദ്യം കൂടി മുറിച്ചു. അപ്പോൾ രണ്ടാമത്തെ കേക്ക് രണ്ടാമത്തെ അതിഥിയായിട്ട് നമുക്ക് മുറിക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ മുറിച്ച് ഇതോ കാണുന്നതാണ് കേട്ടോ എനിക്ക് പ്രസവരക്ഷയ്ക്ക് വന്ന ആൻറ്റി. പിന്നെ ഞാനും അമ്മയും എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്തു. ശേഷം എപ്പോഴും ഒരു 9 ദിവസത്തേക്ക് ഈ ഒരു കഷായം ഉണ്ട് കേട്ടോ, അവരെ തന്നെ ഒരു പൊടി ഇട്ടിട്ട് അവരെന്നെ ഉണ്ടാക്കിയിട്ട് ദിവസം ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ കഷായം തരാം. പിന്നീടുള്ള 7 ദിവസം വാവേനെ ഇങ്ങനെ കുളിപ്പിച്ച്, പിന്നീട് 7 ദിവസം കഴിഞ്ഞപ്പം തന്നെ വാവേനെ ഒരു 5 മിനിറ്റ് എണ്ണ തേച്ച് നിർത്തിക്കോട്ടോ. അതിനുശേഷം എൻ്റെ 7 ദിവസം കഴിഞ്ഞ ഉടനെ കിഴിയാണ്. കിഴി അതായത് ആദ്യത്തെ 7 ദിവസം സാധാരണ നല്ല ചൂടുവെള്ളം പിടിച്ചാലും പിന്നീട് 7 ദിവസം കിഴിയാണ്. ആ കിഴി വെച്ച് അത് പൊടിക്കിഴി അത് കഴിഞ്ഞിട്ട് ലേഹ്യവും മാറും കേട്ടോ. 7 ദിവസം കഴിഞ്ഞുള്ള ലേഹ്യം വേറെ കണ്ടില്ലേ, ഈ ടിന്നാണ്. അത് കഴിഞ്ഞിട്ട് ആണ് ഇലക്കിഴി. അതായത് ആദ്യത്തെ 7 ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ 7 ദിവസം കഴിഞ്ഞ് ലാസ്റ്റിലത്തെ 7 ദിവസത്തിൽ ഇലക്കിഴിയാണ്. ഇലക്കിഴി നമ്മൾ ദേഹത്ത് തേച്ച് ഈ കുഴമ്പ് വെച്ചിട്ട് തന്നെയാണ് ഇലക്കിഴി ആക്കുന്നത്. ആ കുഴമ്പ് ചൂടാക്കിയിട്ട് അതിൽ വെച്ചിട്ട് കുത്തിയിട്ടാണ് ഇലക്കിഴി ചെയ്തു തരുന്നത്. അതിനുശേഷം ഞാൻ മിച്ചം വരുന്ന എന്തൊക്കെയാണെന്ന് നോക്കി. അപ്പം എൻ്റെ കിറ്റിൽ എൻ്റെ കുഴമ്പും എണ്ണയും, അയ്യോ ഞാൻ പറയാൻ വിട്ടുപോയി, ലാസ്റ്റിലത്തെ 7 ദിവസം വേറെ വലിയൊരു ലേഹ്യമാണ് കേട്ടോ. അത് ഇച്ചിരി കയ്പ്പൊക്കെ ഉണ്ട്. ഇത് സാമ്പ്രാണി തലയിൽ ചേർക്കുന്ന ചൂർണം, ഇത് ആവണക്കെണ്ണ, വാവയ്ക്കൊരു അതിന് പിന്നീട് പറയാം. പിന്നെ ഇത് കിഴീൻ്റെ തുണി കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ലേഹ്യം. ഈ ലേഹ്യം ലാസ്റ്റിലത്തെ 7 ദിവസം. അതിനാലും മിച്ചം ഉണ്ടാവും. അത് കുറച്ച് കയ്പ്പ്, ബാക്കിയുള്ള ലേഹ്യം കുറച്ച് മധുരമാണെങ്കിലും ഇത് കുറച്ച് കയ്പ്പാണ് കേട്ടോ. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. ഈ 21 ദിവസത്തെ പാക്കേജ് കഴിഞ്ഞാലും അത് യൂസ് ചെയ്യണം. പിന്നീട് വാവേൻ്റെ കിറ്റിൽ വാവക്കുള്ള കുഴമ്പും തലയിൽ തേക്കുന്ന എണ്ണയും. ഈ സംഭവം ചകിരിയല്ല കേട്ടോ, ഇത് നമ്മൾ ദേഹത്ത് തേക്കുന്ന ഏതോ മരത്തിൻ്റെ തൊലിയാണ്. അത് വെച്ചിട്ടാണ് നമുക്ക് ദേഹം കഴുകി തരുന്നത്. പിന്നീട് കൺമഷീൻ്റെ കരി, അവർ ഉണ്ടാക്കിയ കരിയും ഉണ്ടായിരുന്നു. പിന്നെ തേനുണ്ടായിരുന്നു. പിന്നെ വയമ്പ്, അതിനെന്ത് പറയില്ലേ നമ്മൾ പാൽക്കായ സംഭവം കൊടുക്കൂലേ, ആ സംഭവം ഉണ്ടായിരുന്നു. ഒരമരുന്ന്. പിന്നെ ഫീഡ്ബാക്ക് എഴുതുന്നുള്ളൊരു സംഭവം, അവർക്ക് എങ്ങനെയാണ് നമ്മൾ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് കൊടുക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ 21 ദിവസത്തെ പാക്കേജിൻ്റെ അമ്മയും കുഞ്ഞും. അപ്പം എനിക്കെന്തായാലും തൃപ്തിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.